കോഴിക്കോട് വോട്ടിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവാദം ഉണ്ടാകുന്നു. രണ്ടാമത് പാലക്കാട് നെന്മാറ വിക്ടോറിയ കോളേജിൽ. അപ്പോൾ ഈ സ്ട്രോങ് റൂം തുറന്നത് എന്തിനാണ് എന്നുള്ള സംശയം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉദ്യോഗസ്ഥർ പറയാൻ ശ്രമിച്ചാലും അതിനെല്ലാം അപ്പുറം മറ്റെന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കണ്ടേ? കാരണം കേട്ടോ ആദ്യത്തെ. അതായത് നമ്മളുടെ പേരാമ്പ്രയിലെ കാരണം അദ്ദേഹത്തിൻ്റെ ധൈര്യം എൻ്റെ ഉള്ളിൽ മറന്നു വെച്ചു അത് എന്ന്. വിശ്വസനീയമല്ലല്ലോ. അതാണ് പറഞ്ഞത്. കാരണം കേട്ടാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് നമുക്ക് വയ്യാണ്ടായിപ്പോൾ. ഒരു കാരണം ആ ഡയറിയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നറിയോ? എത്ര പേര് വോട്ട് ചെയ്തു, അത് എത്ര സ്ത്രീകളുണ്ട്, പോസ്റ്റൽ ബാലറ്റ് എത്ര വന്നു, ഇതിൻ്റെ ഒന്നും കണക്ക് അദ്ദേഹം കൊടുത്തിരുന്നില്ലേ? അതെ. കണക്കത് കൊടുത്ത് ക്ലോസ് ചെയ്യാണ്ട് അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഏജൻസിന് കണക്ക് കൊടുത്തിട്ട് ഇറങ്ങി വരാൻ പറ്റുകയുള്ളൂ ഇവർക്ക്. ഈ നമ്മുടെ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെയുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഡ്യൂട്ടി കഴിഞ്ഞ് അതുപോലെ വോട്ടിംഗ് മെഷീനൊക്കെ ആക്കി സേഫാക്കി അരക്ക് വെച്ച് മെഷീനെല്ലാം പൂട്ടി ഉറപ്പാക്കി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വാതിലടച്ച് പിന്നെയും പൂട്ടും വളരെ ബന്ധവസായിട്ട് തന്നെ ചെയ്യണം. അരക്കൊക്കെ ഇട്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ബാർസൊക്കെ. ഞാനും പല സമയത്തും സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. ഈ ഡോറുകളുടെ മുമ്പിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മരത്തിൻ്റെ ഇത് വെച്ച് ബാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ടു മേക്ക് ഷുവർ ദാറ്റ് ആരും അതിൻ്റെ ഉള്ളിൽ അനധികൃതമായിട്ട് കയറുന്നില്ല എന്ന് കാണിക്കാനായിട്ട്. പ്രജിത, ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അവരുടെ കൗണ്ടിങ് ഏജൻസും എല്ലാവരും തന്നെ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമുക്ക് വന്നു. 9-ാം തീയതി വോട്ടുകൾ വോട്ട് കഴിഞ്ഞ്. കയറിയതാണ് മെഷീനിൽ. തുറക്കാൻ പോകുന്നത് 4-ാം തീയതിയാണ്. ആ സമയത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഭരിക്കുന്ന പാർട്ടി വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ഈ ടാമ്പറിംഗ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് കയറാൻ പറ്റും, രാത്രി കയറാൻ പറ്റും, രാവിലെ കയറാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും. അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർ വരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിരിക്കും എന്നൊരു ഷുവറാക്കിയിട്ടുണ്ടാവും. പലരും പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ആണ് പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ആൾക്കാരെ മാത്രമേ എന്തായാലും ഇവരവിടെ നിർത്തുള്ളൂ. അതായത് പോളിംഗ് ഓഫീസറായിട്ടും പിന്നെ ഇങ്ങനെ പേര് വായിക്കലും നമുക്ക് മഷി പറ്റിത്തരണയൊക്കെ ആയിട്ട്. എറണാകുളത്ത് കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ ഈ ഇലക്ഷൻ അതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ കുറേ പേര് 2-3 വോട്ടുള്ള ആൾക്കാർ, അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, ഈ യൂണിയനിൽപ്പെട്ട CH യൂണിയനിൽപ്പെട്ട ആൾക്കാർക്ക് വോട്ട് പല സ്ഥലത്തും കൊടുത്തിരുന്നു. ഇവരൊന്നും മാച്ചിട്ട് ഓടി വരികയാണ്. അവിടെ മഷി പരത്താനിരിക്കുന്ന ഓഫീസറിനറിയാം. പക്ഷെ ആ ഓഫീസറും ഇടത് സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. വിടുകയാണ്. ഇപ്പോൾ ഞാൻ പോളിംഗ് ബൂത്തിലൊക്കെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ പേരും ഇതും മാത്രമേ നോക്കുന്നുള്ളൂ. ഇയാളുടെ കൈ കാണിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തവണ NDAയുടെ പോളിംഗ് ഏജൻസായിട്ടിരുന്ന എല്ലാവരോടും ഞാൻ പറയുണ്ടായി, കൈയും കൂടി ഒന്ന് കാണിക്കാൻ പറയണമെന്ന്. എവിടെ നിന്നൊക്കെയാണ് കൈ മാച്ചിട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ. അത്രമാത്രം വിജിലൻ്റായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിഷ്പക്ഷമായ ഒരു വോട്ടിങ്ങും നിഷ്പക്ഷമായ കൗണ്ടിങ്ങും നടത്തുകയുള്ളൂ. ഇവർ പറയുന്നുണ്ട് കൗണ്ടിങ് മെഷീനിൽ മുഴുവൻ കള്ളത്തരം ഉണ്ടെന്ന്. അവിടെയല്ല കള്ളത്തരം. ഇവർ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 29 മുതൽ 4-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ 25-24 ദിവസത്തോളം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത്രയും ദിവസം നമ്മൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ ജില്ലയിലും 2-3 സ്ഥലത്തായിട്ടാണ് എല്ലാ മെഷീനുകളും കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെയാണ് കേന്ദ്രീകൃതമായിട്ട് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എറണാകുളത്താണെങ്കിൽ 14 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. 2-3 സ്ഥലത്താണ് ഇത് മുഴുവനും തന്നെ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമോ, ഇവർ നടത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഇവർക്ക് തന്നെ സംശയമുണ്ട് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമോ, 3.0 ഉണ്ടാകുമോ എന്ന് ഇവർക്ക് തന്നെ സംശയമുണ്ട്. എന്തൊക്കെ ഗോവിന്ദൻ മാസ്റ്ററും അല്ലെങ്കിൽ നമ്മളുടെ ബിനോയ് വിശ്വവും പറഞ്ഞാൽ പോലും അവർ പോലും പറയുന്നില്ല തെളിച്ച്. മൈക്കിൻ്റെ മുമ്പിൽ പറയുന്നു, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പക്ഷേ ബിനോയ് വിശ്വം ഉള്ള സത്യമായിട്ട് തന്നെ 10 സീറ്റിലേ അവർക്ക് ജയിക്കാൻ ചാൻസ് ഉള്ളൂ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അപ്പോൾ ആ ഉള്ള സാഹചര്യത്തിൽ ഇനി അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക?
ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോൾ ദിവസം എന്ന് പറയുന്നത് 21-ാം തീയതി ആയിക്കഴിഞ്ഞു. അതായത് ഇനി 14 ദിവസത്തിനുള്ളിൽ നമ്മളുടെ പുറത്തേക്ക് വന്നിരിക്കും, റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ അവർ ആദ്യം പിടിച്ച് നടത്താണ്. ഫാത്തിമ തെഹ്ലിയാണ് മീഡിയയിൽ വന്ന് പറഞ്ഞത്. എന്തെങ്കിലും CPM-കാർ പറഞ്ഞിട്ടുണ്ടോ? CPM ഇത് പറഞ്ഞിട്ടില്ല. കണ്ടെത്തിയതും UDF-ന്റെ പ്രവർത്തകരാണ് കണ്ടെത്തിയത്. കണ്ടെത്തിയത്. ഇതില് കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഉം. അതെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാനിങ്ങനെ ഇതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാ വശവും അനലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അവിടെ, കാരണം ആ കുട്ടി തട്ടമിട്ടൊരു കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരു വശവും കൂടെ നമ്മൾ കാണണമോ എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. ആ കുട്ടി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടോ അവിടെ നിന്ന് തന്നെ കളിക്കാമല്ലോ. നിർത്തി, ഞങ്ങൾ സീറ്റ് കൊടുത്തു, നിർത്തി, ജയിച്ചോ ജയിച്ചില്ല, യു ഗോട്ട് മൈ പോയിന്റ്. അങ്ങനെ നമുക്ക് ആലോചിക്കാമല്ലോ. എന്തുകൊണ്ട് ആ കുട്ടി ഇത്രമാത്രം ശബ്ദത്തോടെ പുറത്തു വന്ന് സംസാരിച്ചു? വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ വന്നോ? അപ്പോൾ ആ കുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ സ്വന്തം ആളുകളുടെ ഒരു കണൈവൻസ്, അവരുടെ ഒരു സപ്പോർട്ട് ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് ആ കുട്ടി വിചാരിക്കുന്നുണ്ടോ? കുട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഒരു ചെറിയ പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിൽ മകളുടെ സ്ഥാനത്ത് പറഞ്ഞതാണ് കേട്ടോ. ഫാത്തിമ മാഡം അത് വിചാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു. വെദർ UDF-ന്റെ ഒരു കരങ്ങൾ കൂടെ അവരുടെയും കൂടെ ഒരു സപ്പോർട്ടുണ്ടോ? എല്ലാവരും പറയുന്നുണ്ട് അതെ മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത് ഒരു ഹിന്ദു സ്ത്രീക്കാണ്. ഒരിക്കലും ജയിക്കുമെന്ന് ചാൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജയന്തി രാജന് കൊടുത്തു. പിന്നെ കൊടുത്തത് ഫാത്തിമ തെഹ്ലിയയ്ക്കാണ്. അതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. പലരും രാജിവെക്കുവാൻ വരെ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ കുട്ടി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവർ ഇങ്ങനെയുള്ള കളികൾ പുറത്തു കൊണ്ടുവന്നത് എന്ന് നമുക്കറിയില്ല. ഫാത്തിമ തെഹ്ലിയ മാത്രമേ അവിടെ മുന്നോട്ട് വന്നതായിട്ട് നമ്മൾ മീഡിയയിൽ കണ്ടല്ലോ. വേറെ ഒരു സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടില്ല. പാലക്കാട് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ SDPയുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടല്ലോ. നെന്മാറയിലെ സ്ഥാനാർത്ഥി SDPയുടെ അൻവർ സാദിഖും കൂടെ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അവിടെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത്. ഒരു സ്ഥലത്ത് ആ പെൺകുട്ടിയെ ഒതുക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് കരുതാം. ഈ സ്ഥലത്ത് SDPയുടെ ഒരു സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ ഇവിടെ എങ്ങനെ ഇതുണ്ടായെന്ന് ചിന്തനീയമായൊരു വിഷയം തന്നെയല്ലേ. പക്ഷെ അവിടുത്തെ കളക്ടർ MS മാധവി അവർ പറഞ്ഞത് മെറ്റീരിയൽ സ്ട്രോങ് റൂമാണ് തുറക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് മാറിപ്പോയി. അതായത് തുറക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഈ പറയുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന അതുപോലും ബോധമില്ലാത്ത ആൾക്കാരെ എങ്ങനെ റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഇൻചാർജ് ഓഫീസറായിട്ട് വയ്ക്കും? ഇൻക്ലൂഡിങ് ദിസ് മാധവി മാഡം ഷുഡ് ബി ബ്രോട്ട് ടു ജസ്റ്റിസ്. ഇന്ന് അവർക്ക് പോലും ബോധമില്ലേ. ഒരു ജില്ലാ കളക്ടർ ഇങ്ങനെ വോട്ടിങ്ങിൻ്റെ സമയത്ത് ആ ജില്ലയുടെ മുഴുവൻ അധിപനായിട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. മാഡം മാധവി, താങ്കൾ ആണ് ഇതിന് ഉത്തരവാദി. ഇവിടെ എന്തെങ്കിലും ടാമ്പറിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തുറക്കാൻ പാടില്ല. അങ്ങനെ തുറക്കാൻ പാടില്ലാത്ത സ്ഥലം പോലും, മെറ്റീരിയൽസ് റൂം പോലും തുറക്കാൻ പാടില്ല. വൺസ് ഇറ്റ് ഈസ് സീൽഡ്, ഇറ്റ് ഈസ് സീൽഡ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇലക്ഷനിൽ ഇങ്ങനത്തെ തരികിടകൾ കാണുന്നത്. എന്നിട്ടും മാഡത്തിന് വാട്ട് ആൻ ഒഡാസിറ്റി വന്ന് പറയാൻ മീഡിയയുടെ അടുത്ത് ഞങ്ങൾ അറിയാണ്ട് തുറന്നുപോയിന്ന്. തുറക്കാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ സ്ട്രോങ് റൂം. തുറക്കാൻ ഉദ്ദേശം മെറ്റീരിയൽ സ്ട്രോങ് റൂം, പക്ഷെ തുറന്നത് നമ്മളുടെ വോട്ടിംഗ് മെഷീൻസ് വെച്ചിരിക്കുന്നത്. വൈസ് വേഴ്സയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇത് തുറക്കാനായിട്ട് വോട്ടിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ഥലം തുറക്കാൻ വിചാരിച്ചിട്ട് മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറന്നു പറഞ്ഞാൽ ആരും അതിൽ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ മറിച്ചാകുമ്പോൾ ആൾക്കാർ നാച്ചുറലി വിചാരിക്കും ഇവിടെ എന്തോ കളക്ടറുടെ കൂടെ ഇതിൽ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ കൈ ഇതിലുണ്ടെന്ന് നമ്മൾ സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ ഇലക്ഷനെ 3.0 പിണറായി സർക്കാർ വരില്ല എന്ന് ഉറപ്പാക്കിയ സാഹചര്യത്തിൽ അവരുടെ കയ്യാളുകളായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള, അതായത് അവർക്ക് പറ്റുന്ന പോലെ ട്വിസ്റ്റ് ചെയ്ത് അവരുടെ ഫേവറായിട്ട് വരുത്താനുള്ള പോലെയാണുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു കളക്ടർ നമ്മൾ ഒരിക്കലും ഇത്രയും നിരുത്തരവാദിത്തപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ, സ്റ്റേറ്റ്മെൻ്റ് അല്ല ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഡിലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കളക്ടറാണെങ്കിൽ അവിടെ പ്രസൻ്റ് ആയിരിക്കും. ദാറ്റ് പേഴ്സൺ, കളക്ടർ വിൽ ബി പ്രസൻറ്റ്. ഞാനും കൂടെ വന്നിട്ട് നിങ്ങൾ തുറന്നാൽ മതി. അവർ റിപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കളക്ടർമാർ. അവർക്ക്
അങ്ങോട്ടേക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലേക്ക് മാത്രമല്ല, ഞാനും കൂടെ വരട്ടെ, ഞാനും കൂടെ നിന്നിട്ട് തുറന്നാൽ മതി എന്ന് പറയുമല്ലോ. ഈ ഇലക്ഷൻ്റെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യമാണ് അല്ലേ? ആ ആധിപത്യത്തിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടിരിക്കണ്ടോ എന്ന് ഏറ്റവും നല്ല വിധത്തിൽ ശ്രദ്ധിക്കേണ്ട വ്യക്തി തന്നെ പറയാണ് മാറിപ്പോയി എന്ന്. അപ്പോൾ അത് തന്നെയല്ലേ കേരളത്തിൽ നന്ദി. ഈ ഇടത് കൈന് പകരം വലത് കൈ ചെയ്യുന്നു, ഇടത്ത് കണ്ണ് പകരം വലത് കൈ ചെയ്യുന്നു, ചുമ്മാ പനിയായിട്ട് ചെന്ന ആളുടെ കണ്ണേ പോകുന്നു. അതൊക്കെ തന്നെയല്ലേ ഇത്രയും കൊല്ലം നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നെന്മാറ എന്ന് പറയുമ്പോൾ ഓരോ മുറിയിലും ഓരോ എന്താണ് അസംബ്ലിയുടെ സാധനങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ട്, അതായത് നമ്മുടെ പേരാമ്പ്രയിലെ അല്ലെങ്കിൽ നെന്മാറ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അടുത്തുള്ള മുറികളിലേക്കും ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇവർ ചെല്ലുമ്പോഴേക്കും തന്നെ അതൊക്കെ ഓപ്പൺ ആയിപ്പോയി എന്നാണ് ഫാത്തിമ തെഹ്ലിയ പറഞ്ഞത്. അവരെ വിളിച്ചു പറഞ്ഞിരുന്നുള്ള സത്യമാണ്. പക്ഷെ അവർ ചെല്ലുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ഉദ്യോഗസ്ഥന്മാർ ഇൻക്ലൂഡിങ് കളക്ടർ മാധവി ബ്ലാക്ക് മാർക്ക് തന്നെ കൊടുക്കണം. അവരുടെ സർവീസ് ബുക്കിൽ അതിനൊരു ബ്ലാക്ക് എൻട്രി കൊടുക്കണം. ഈ ഡയറി മറന്നു വെച്ച് പോയ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആ സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും അവർ സർവീസ് എൻട്രിയിൽ ഒരു ബ്ലാക്ക് ഇത് തന്നെ മാർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അവരുടെ ഏജൻസും നല്ല ശ്രദ്ധ കാണിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ഒടുക്കമുണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ കിടന്നോട്ടെ, രാത്രിയൊക്കെ നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. ഇതിന് മുമ്പിലെ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ 5 വർഷത്തിൽ ഒരിക്കലാണല്ലോ ഈ ഒരു അത്രയേ ഡ്യൂട്ടി ഉള്ളൂ. വരുന്നത്. അതെ, ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ അതെ. 2 സ്ഥലത്ത് വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അവർ എവിടെയൊക്കെ തുറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ജനങ്ങൾ ഇത്രയും പ്രതികരിച്ചത് കൊണ്ട് ഇനി അത് പെട്ടെന്ന് നടപ്പാലാക്കില്ല, ഇനി തുറക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം.